ബിഗ് ബോസ് മലയാളം സീസൺ 4-ന്റെ 12ാമത്തെ എപ്പിസോഡിലാണ് നാടകീയമായ പല രംഗങ്ങളും അരങ്ങേറിയത്. അതിനിടയിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, കോപ്പിറൈറ്റ് ഇഷ്യൂ എല്ലാം ഉള്ളതുകൊണ്ട് സ്റ്റിൽസ് മാക്സിമം കുറച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങൾ മോശം പ്രകടനത്തിന് ജയിലിൽ അയക്കാൻ തിരഞ്ഞെടുത്ത ജാസ്മിൻ, റോബിൻ, ഡെയ്സി എന്നിവർ തമ്മിൽ ഉള്ള ടാസ്കിനിടയിലാണ് റോബിൻ്റെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയോ എന്ന് തോന്നും വിധമുള്ള നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന ബിഗ് ബോസ് ലോഗോ തപ്പിയെടുക്കുക എന്നതായിരുന്നു ടാസ്ക്. കൂടെ മത്സരിക്കുന്ന ഡെയ്സി, ജാസ്മിൻ എന്നിവരുടെ മുന്നിൽ തോൽക്കും എന്ന ഈഗോ ആണോ, തോറ്റുകഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ഫേസ് ചെയ്യും എന്ന ചിന്തയാൽ ആണോ എന്നറിയില്ല. മത്സരത്തിനിടയിൽ ഒരു ഭയാനക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് റോബിനിൽ നിന്നും ഉണ്ടായത്. മണ്ണൊക്കെ ചവിട്ടിത്തെറിപ്പിച്ച് ചുറ്റും നിന്ന മറ്റുള്ള അംഗങ്ങളുടെ മേലേക്കിടുകയും ഒരു പ്രാന്തനെ പോലെ നട്ടം തിരികുകയും ആയിരുന്നു റോബിൻ. റോബിന് എന്തു പറ്റിയെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും ബിഗ് ബോസ് ഹൗസ് അംഗങ്ങളും അതോടൊപ്പം പ്രേക്ഷകരും ചിരിച്ച് ഒരു വഴിയായി എന്ന് പറയാം. ഇത്രയും പ്രഹസനമൊക്കെ കാണിച്ചിട്ടും ജാസ്മിൻ്റെയും ഡെസിയുടെയും മുന്നിൽ തോൽക്കുകയും ജയിലിലേക്ക് പോകേണ്ടതായും വന്നു റോബിന്. എന്നാൽ റോബിൻ പറയുന്നു, ഈ പ്രഹസനങ്ങളൊക്കെ തന്നെ തൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗങ്ങളാണ്, ഗെയിം ജയിക്കണമെന്നു എനിക്ക് ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള ന്യായവാദങ്ങളാണ്. പ്രേക്ഷകരെ പോലെ തന്നെ ഓഷ്യാനിക് മീഡിയയുടെ ഒബ്സർവേഷനിലും കാണാൻ സാധിച്ചത് റോബിന് തൻ്റെ അത്യാഗ്രഹവും കുശുമ്പും കുരുട്ടുബുദ്ധിയും കാരണം ടാസ്ക് കൈവിട്ടുപോയി എന്നതാണ്. അതിനു കാരണമായത് ടാസ്കിനിടയിൽ ജാസ്മിനെ അറ്റാക്ക് ചെയ്യുകയും അതിലൂടെ ടൈം വേസ്റ്റ് ആക്കുകയും ചെയ്തു എന്നതാണ്. അല്ലായിരുന്നെങ്കിൽ ആ സമയം കൂടി റോബിന് ലോഗോ കളക്ട് ചെയ്യാമായിരുന്നു. തൻ്റെ മണ്ടത്തരങ്ങൾ കൊണ്ട് ഗെയിം കയ്യിൽ നിന്ന് പോയപ്പോൾ റോബിന് അവസാനത്തെ അടവ് എന്നോണം താൻ ആഗ്രഹിച്ച് ഇതാണ്, കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെയാണ് വരുന്നത് എന്നൊക്കെ പറയുന്നത് ദിൽഷയുമായുള്ള സംഭാഷണത്തിൽ നിന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിലും റോബിൻ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ മറ്റു അംഗങ്ങൾക്ക് ശക്തനായ ഒരു കണ്ടസ്റ്റൻ്റാണ്. അതുപോലെ പല സ്ട്രാറ്റജികളും ഉപയോഗിച്ച് ബുദ്ധിപരമായി പോകുന്ന ഒരാളാണ്.